രാമജന്മഭൂമി പ്രസ്ഥാനത്തിൽ ഹിന്ദു സ്ത്രീകൾ എത്താൻ കാരണമായ സാധ്വി ഋദ്ധംബര ഇനി മുതൽ പത്മഭൂഷൺ സാധ്വി ഋദ്ധംബരയാണ്. 90കളിലെ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർത്ത പേരാണ് സാധ്വി ഋദ്ധംബര. രാമക്ഷേത്രത്തിനായി ഹിന്ദുക്കൾ വിവേചനം മറന്നുകൊണ്ട് ഒന്നാകണമെന്ന് സാധ്വി ഋദ്ധംബര ആഹ്വാനം ചെയ്തിരുന്നു. ഇത് ഏറ്റെടുത്തത് അന്ന് നിരവധി പേരാണ് അയോധ്യ രാമക്ഷേത്രത്തിനായി മുന്നോട്ട് വന്നത്. ഋദ്ധംബരയെ പോലുള്ള വനിതാ നേതാക്കൾ കാരണമാണ് ഹിന്ദു സ്ത്രീകൾ വൻതോതിൽ പ്രസ്ഥാനത്തിൽ എത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. 50,000-ലധികം ഹിന്ദു സ്ത്രീകൾ കർസേവയിൽ പങ്കെടുത്തതായാണ് കണക്ക്. നിഷ കിഷോരി എന്നായിരുന്നു സാധ്വി ഋദ്ധംബരയുടെ ആദ്യ പേര്. പഞ്ചാബിലെ മാട്ടി ദൗരഹ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനനം. ബാല്യത്തിൽ ഹരിദ്വാറിലെത്തിയ സാധ്വി ഋദ്ധംബര സ്വാമി പരമാനന്ദയുടെ ആശ്രമത്തിലെത്തി. ഇവിടെ വെച്ചാണ് ആത്മീയതയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. സ്വാമി പരമാനന്ദയുടെ ശിഷ്യയായി അദ്ദേഹത്തോടൊപ്പം നിരവധി സ്ഥലങ്ങളിലേക്ക് പോയി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ തീപ്പൊരി നേതാക്കളിൽ ഒരാളായി വളർന്ന സാധ്വി ഋദ്ധംബരയുടെ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള വികാര നിർഭരമായ പ്രസംഗങ്ങൾ അക്കാലത്ത് പലരും ആകർഷിച്ചിരുന്നു. തെരുവുകളിലും വീടുകളിലും ക്ഷേത്രങ്ങളിൽ പോലും ഈ പ്രസംഗങ്ങൾ അക്കാലത്ത് കേൾപ്പിച്ചിരുന്നു. ഒരു തീപ്പൊരി നേതാവായ അവർ 1980കളിലും 1990കളിലും രാമക്ഷേത്ര പ്രസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഹിന്ദുത്വയുടെ മുഖമായി കണക്കാക്കുന്ന അവർ വൃന്ദാവനത്തിൽ താമസിക്കുന്നു. അവിടെ പാവപ്പെട്ട കുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായമായ സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വാത്സല്യ ഗ്രാം സംസ്ഥ എന്ന NGO നടത്തുന്നു. സ്ത്രീകൾക്ക് താമസവും ഭക്ഷണവും സൗജന്യമായി നൽകുന്ന സ്ഥാപനത്തിൽ 100 കണക്കിന് കുട്ടികളാണ് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത്. സാധ്വി ഋദ്ധംബര 1964-ൽ പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ മാട്ടി എന്ന ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. അവരുടെ മാതാപിതാക്കൾ അവൾക്ക് നിഷ എന്ന പേരിട്ടു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഹരിദ്വാറിലെ സന്യാസിയായ പരമാനന്ദഗിരിയുടെ സ്വാധീനത്തിൽ അവൾ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു. അതിനുശേഷം അവർ സന്യാസം സ്വീകരിക്കുകയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. 1980കളിലും 90കളിലും സാധ്വി ഋദ്ധംബരയെ ഹിന്ദുത്വയുടെ മുഖമായി കണക്കാക്കിയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രമുഖ മുഖമായിരുന്ന അവർ രാജ്യത്തുടനീളമുള്ള ശ്രീരാമ ജന്മഭൂമി മുക്തി പ്രസ്ഥാനത്തിൽ സജീവമായി തന്നെ പങ്കെടുത്തു. പ്രസ്ഥാന കാലത്ത് സന്യാസിമാരും മറ്റുള്ളവരും സ്വാധീനമുള്ള ഹിന്ദു നേതാക്കളെ തിരയുകയായിരുന്നു. അതിനിടെ സാധ്വി ഋദ്ധംബര തന്റെ ഗുരുവിന്റെ കൽപ്പന പ്രകാരം ശ്രീരാമ ജന്മഭൂമി മുക്തി യജ്ഞ സമിതിയിൽ അംഗമായി. രാജ്യത്തുടനീളമുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേദികളിൽ നിന്ന് ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള തന്റെ പ്രസംഗങ്ങളിലൂടെ അവർ ജനശ്രദ്ധയിൽ തുടർന്നു. ബസന്തി ചോള ധരിച്ച് ലോക്സഭയിലെത്തുന്ന ഒരു ദിവസം വരുമെന്നും ഇന്ത്യയിലെ എല്ലാ തെരുവുകളും വൃന്ദാവനം എന്ന് വിളിക്കുമെന്നും ആളുകൾ മാ ഭവനി എന്ന് വിളിക്കുമെന്നും തങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് അഭിമാനത്തോടെ പറയുമെന്നും അവർ ഒരിക്കൽ പറഞ്ഞിരുന്നു. രാം മന്ദിർ സമരകാലത്ത് സാധ്വി ഋദ്ധംബരയുടെ പ്രസംഗങ്ങൾ രാജ്യത്ത് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ പോലും അവരുടെ പ്രസംഗങ്ങളിൽ മതിപ്പുളവാക്കി. ഒരു ദിവസം അവൾ 10 മതയോഗങ്ങൾ നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങി 1992-ൽ പരംശക്തി പീഠം എന്ന പേരിൽ ഒരു സാമൂഹിക സംഘടന സ്ഥാപിച്ചു. 1997-ൽ റോഡിൽ നിരാലംബരായ ഒരു കുട്ടിയെ കണ്ടപ്പോൾ തന്നെ അവൾ മടിയിലിരുത്തി വൃന്ദാവന വാത്സല്യം യാത്ര ആരംഭിച്ചു. സാധ്വി ഋദ്ധംബരയ്ക്ക് രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഹൂസ്റ്റൺ നഗരത്തിന്റെ മേയർ, പോൾലാൻഡ് നഗരത്തിന്റെ മേയർ, ടെക്സാസിലെ 2 മേയർമാരുടെ ഓഫീസ്, ലോസ് ഏഞ്ചലസ് കൗണ്ടി, USA-ലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ എന്നിവ അവർക്ക് അവാർഡ് നൽകി. വത്സൽ ഗ്രാമിന്റെ രൂപത്തിൽ അതിശക്തമായ ഒരു സാമൂഹിക വ്യവസ്ഥ സൃഷ്ടിച്ചതിന് അവളുടെ വാത്സല്യ ഗ്രാമ സംസ്ഥയുടെ പേര് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാധ്വി ഋദ്ധംബര ദീദിമ തന്റെ ശിഷ്യന്മാരോടൊപ്പം മഹാകുംഭത്തിലാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ പത്മ പുരസ്കാരത്തിന് അർഹരായ ഉത്തർപ്രദേശിൽ നിന്നുള്ള സാധ്വി ഋദ്ധംബരയെയും മറ്റുള്ളവരെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.